മലബാറിന് പുറത്തുനിന്ന് ഇതിൽ പങ്കെടുത്ത ഏക വ്യക്തി എന്ന് പറയുന്നത് ഈ മുഹമ്മദ് ഹുസൈൻ മാത്രമാണ് ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തത്. അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി നമ്മളോട് പറഞ്ഞത് എന്താണ്? നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുണ്ടായ ലാത്തിച്ചാർജിൽ ഇയാൾ പരിക്ക് പറ്റി കിടന്നു. അപ്പോൾ ആ സമയത്ത് ഇയാളെ ഫോണിൽ വിളിച്ചു. അത് പരിക്ക് പറ്റിയ പല പ്രവർത്തകരെയും വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇയാളെ വിളിക്കുകയായിരുന്നു. അതാണ് ബന്ധമെന്നാണ്. സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അല്ല, സോഷ്യൽ മീഡിയ ടീമില്ല എന്നും പറഞ്ഞു. എന്നാൽ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണെന്നും മുഖ്യമന്ത്രിക്ക് സോഷ്യൽ മീഡിയ ടീം ഉണ്ടായിരുന്നുവെന്നും പിന്നീട് തെളിവുകൾ സഹിതം നമ്മൾ ഇന്നലെ പുറത്തുവിടുകയും ചെയ്തതാണ്. സാലി, ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഈ പലവിധ ലാത്തിച്ചാർജുകളിൽ പരിക്കേറ്റ ഒരുപാട് പ്രവർത്തകരുണ്ടല്ലോ. അവർക്കൊന്നും കിട്ടാത്ത മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരെ മാത്രം ക്ഷണിച്ച ഇഫ്താർ വിരുന്നിലേക്ക് ക്ഷണം കിട്ടാൻ ഈ മുഹമ്മദ് ഹുസൈനുള്ള പ്രിവിലേജ് എന്താണ്? ലഹരിക്കടത്താണോ ആ പ്രിവിലേജ് എന്ന് നമ്മൾ സംശയിച്ചാൽ, ആരെങ്കിലും സംശയിച്ചാൽ അതിനെ തെറ്റു പറയാൻ പറ്റുമോ? കാരണം അങ്ങനെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അതൊരു കൗതുകകരമായൊരു പ്രശ്നം. ഈ ഹുസൈന് അന്ന് പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് നമ്മൾ ഇന്നലെ തന്നെ നൽകിയതാണ്. ആ ദൃശ്യങ്ങൾ അയാൾ പ്രതിഷേധിച്ചിട്ട് അയാൾ പോലീസ് വാഹനത്തിൽ കയറി അങ്ങ് പോകുന്നു, അയാൾ ഇറങ്ങി പോകുന്നു. പരിക്കേറ്റിട്ട് പോലുമില്ല. പരിക്കേറ്റ ആളുമായിട്ടൊരു സൗഹൃദം ആയിക്കോട്ടെ, എന്തെങ്കിലും ആകാം. അതിന് വിശദീകരണങ്ങൾ നൽകുമ്പോൾ നമുക്ക് അത് ക്രോസ് ചെക്ക് ചെയ്യാം. പക്ഷേ ഇത് പരിക്കേറ്റിട്ടില്ല. അപ്പം പരിക്കേറ്റ നിരവധി ആ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പോലീസ് ലാത്തിചാർജ് നടത്തുകയും സംഘർഷം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. അവരാരും ഈ ഇഫ്താർ വിരുന്നിലും ഇല്ല, മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററും അല്ല, മുഖ്യമന്ത്രിക്ക് ഇവരുമായി നേരിട്ട് ബന്ധവുമില്ല, മുഖ്യമന്ത്രി ഇവരോട്ട് അറിയുമില്ല. ഇവരുടെ വീടുകളിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തും ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അദ്ദേഹം ചെന്നിട്ടില്ല. ഇവർക്കാർക്കും അദ്ദേഹത്തിൻ്റെ പറവൂരിലെയോ ദേശത്തെയോ തിരുവനന്തപുരത്തെയോ ഔദ്യോഗികവും സ്വകാര്യവുമായ വസതികളിലേക്ക് ഏത് സമയത്തും പ്രവേശനവുമില്ല. അപ്പം തല്ലുകൊണ്ടവൻ അല്ലെങ്കിൽ തല്ലുകൊണ്ടു എന്ന് പരാതിയുള്ളവർ ഒക്കെ ഇപ്പോഴും 7 അയലത്ത് തന്നെ മാറ്റി നിർത്തിയിരിക്കുന്നു. പക്ഷേ തല്ലുകൊണ്ടിട്ടില്ലാത്ത MDMA കച്ചവടക്കാരൻ പോക്കറ്റിലുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ആ ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ MDMA ബിസിനസ്സുമായി ബന്ധമാണ് മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ മുൻ പ്രതിപക്ഷ നേതാവിനെന്ന് നമുക്ക് പറയുമ്പോൾ ഒരു വിഷമമുണ്ട്. പക്ഷേ അങ്ങനെ ആളുകൾ ആരെങ്കിലും ചിന്തിച്ചാലും നമുക്കൊന്നും ഒരു തരത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ സമീപകാലത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് രാഷ്ട്രീയത്തിനപ്പുറത്തെ കോൺഗ്രസ് സംഘടിപ്പിച്ച് നൽകിയ സാമ്പത്തിക സ്രോതസ്സുകൾക്കപ്പുറത്തേക്ക് വലിയ തോതിൽ പണം ഇറക്കി പ്രചരണം നടത്തുകയും അതിനുവേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയും സോഷ്യൽ മീഡിയയെ മറ്റും വിലയ്ക്ക് വാങ്ങുകയും ഒക്കെ ചെയ്തൊരു നേതാവാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയും മുന്നണിയെ നയിക്കുകയും ചെയ്ത VD സതീശൻ. അപ്പം അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തണം, അത് ഇതാണോ എന്നൊക്കെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ, പരാതി പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം കോൺഗ്രസ് സംഘടിതമായി തന്നെ ദേശീയ തലത്തിൽ പണം സ്വരൂപിച്ച് കേരളത്തിലേക്ക് നൽകിയിരുന്നത് KC വേണുഗോപാൽ വഴിയാണെന്ന് നമുക്കറിയാം. KC വേണുഗോപാൽ അത് കൃത്യമായി MLA-മാരായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. പക്ഷേ സമാന്തരമായി അന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വലിയ ധനസമാഹരണം നടത്തുകയും അത് സ്വന്തം പേഴ്സണാലിറ്റി പ്രചരണത്തിന് വേണ്ടിയും ഒക്കെ വിനിയോഗിക്കുകയും അതിനുവേണ്ടി സോഷ്യൽ മീഡിയകളെ പലതരത്തിൽ വിലക്കെടുക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ വലിയ സംവിധാനം ഒരുക്കുകയും ഒക്കെ ചെയ്തുവെന്ന് പകൽ പോലെ വ്യക്തമാണ്. അത് വലിയ ചർച്ചയായതാണ്. പക്ഷേ അതിനുള്ള പണസ്രോതസ് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ് എന്ന് മറുപടി VD സതീശൻ പറയേണ്ടി വരും. മറ്റ് മത്സരിച്ച നേതാക്കന്മാർക്കും സ്ഥാനാർത്ഥികൾക്കുമൊക്കെ KC വേണുഗോപാലും മറ്റും തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നും ദില്ലിയിൽ നിന്നും ഒക്കെ സമാഹരിച്ച് നൽകിയ പണം ഉണ്ടായിരുന്നു എന്ന് ന്യായീകരിക്കാം. പക്ഷേ അങ്ങനെ ഒരു പണം VD സതീശൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. പക്ഷേ KC വേണുഗോപാലുമായി ബന്ധപ്പെട്ട ആളുകൾ ഉപയോഗിച്ചതിനേക്കാൾ അല്ലെങ്കിൽ വിനിയോഗിച്ചതിനേക്കാൾ പണവും സമ്പത്തും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് VD സതീശനും VD സതീശൻ്റെ ആളുകളും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. ഇനി ആ ധനസ്രോതസ് എവിടെ നിന്നാണ് എന്നാണ് VD സതീശൻ വിശദീകരിക്കേണ്ടത്. അപ്പം ആളുകൾക്ക് സംശയം തോന്നുന്നത് സ്വാഭാവികമാണ്. ആ സംശയ അന്തരീക്ഷത്തിൽ നിൽക്കട്ടെ. ഏതായാലും MDMA കേസ് ഇപ്പം നമ്മൾ പറഞ്ഞ ഈ പ്രതികളുടെ വിദേശയാത്രകളുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് വരുമ്പോൾ ഹൈബ്രിഡ് കഞ്ചാവ് ചർച്ചയിൽ വരുന്നു എന്നൊക്കെ പറയേണ്ടി വരും. അതൊക്കെ കോടാനുകോടി രൂപ മുതൽ മുടക്കി നടത്തുന്ന ബിസിനസ്സാണ് ഹൈബ്രിഡ് കഞ്ചാവിൻ്റേത്. കേരളത്തിൽ സമീപകാലത്ത് പെരുമ്പാവൂർ, ആലുവ, നെടുമ്പാശ്ശേരി മേഖലയിൽ നിന്ന് വൻതോതിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്ത സംഭവങ്ങൾ ഈ സമീപകാലത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ മലേഷ്യ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് UAE വഴി ഇന്ത്യയിലേക്ക് എത്തുന്നു. അത് പെരുമ്പാവൂർ, നെടുമ്പാശ്ശേരി, ആലുവ തുടങ്ങിയ മേഖലകളിൽ നിന്ന് പോലീസിൻ്റെ കയ്യിൽ പിടികൂടുന്ന സാഹചര്യം എത്തുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കസ്റ്റംസ് പിടിച്ചതുകൊണ്ട് പുറത്തെത്തി നമ്മുടെ കേരള പോലീസും എക്സൈസും പിടിച്ചതുകൊണ്ട് അങ്ങനെ വലിയ അളവിൽ ഹൈബ്രിഡ് കഞ്ചാവ് സമീപകാലത്ത് പിടികൂടിയിട്ടുണ്ട്. ഈ സമീപകാലത്ത് തന്നെയാണ് ഈ പ്രതികളുടെ ദുരൂഹമായ വിദേശയാത്രകൾ. അത് വിദേശയാത്ര നടത്തിയ രാജ്യങ്ങൾ ഹൈബ്രിഡ് കഞ്ചാവിന് പേരുകേട്ട കുപ്രസിദ്ധമായ രാജ്യങ്ങളാണ് എന്നുകൂടി ചേർത്ത് പറയുമ്പോൾ ചില സംശയങ്ങളുണ്ട്. സമാന്തരമായി VD സതീശൻ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ പണം
തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തും മറ്റ് പല രംഗങ്ങളിലും വിനിയോഗിച്ചിട്ടുണ്ട് എന്നുകൂടി പറയുമ്പോൾ ആകെ ദുരൂഹമാണ് സാഹചര്യങ്ങൾ. അതിനൊപ്പമാണ് ഈ നമ്മൾ സംശയിക്കുന്ന ഈ ഹൈബ്രിഡിലും കഞ്ചാവിലും MDMA ഒക്കെ നമ്മൾ സംശയിക്കുകയും പൊതുസമൂഹം സംശയത്തോടെ കാണുകയും MDMA പിടികൂടുകയും ചെയ്ത ഒരാളെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ച് തെക്ക് നിന്ന് വടക്കോട്ട് വിശിഷ്ടാതിഥിയായി ആനയിച്ച് ഇഫ്താർ വിരുന്നിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അവിടെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത ആളുകൾ നമ്മൾ ഒരിക്കൽ കൂടി ആവർത്തിക്കാം, അന്ന് LDF സർക്കാരിൻ്റെ കാലത്ത് വടക്ക് നിന്നുള്ള മലബാർ മേഖലയിൽ നിന്നുള്ള മന്ത്രിമാർ, മുസ്ലിം ലീഗിൻ്റെയും മറ്റ് നേതാക്കൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ, ഒപ്പം മുസ്ലിം മതസംഘടനകളുടെ നേതാക്കൾ, MES ഉൾപ്പെടെയുള്ള സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം മതവിഭാഗങ്ങളുടെ വിവിധ സംഘടനകളുടെ സംസ്ഥാന അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ മാത്രം പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഇപ്പോൾ MDMAക്ക് പിടിക്കപ്പെട്ട ഹുസൈന് എന്ത് കാര്യമെന്ന ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ, ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന VD സതീശനാണ് മറുപടി പറയേണ്ടി വരിക. അതൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ചോദ്യമാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. സാലി, ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ മുൻപിലേക്ക് എത്തുന്നത് ഇന്നലെ ഈ മുഹമ്മദ് ഹുസൈൻ്റെ ഇൻസ്റ്റാ വാളിൽ നിന്ന് നമ്മളെടുത്തൊരു പോസ്റ്റാണ്. മാർച്ച് 29, അതായത് ഈ വർഷം മാർച്ച് 29 അയാളിട്ടൊരു പോസ്റ്റാണ്. അന്ന് അയാൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, അതായത് കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവിൻ്റെ സോഷ്യൽ മീഡിയ ടീമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ അഭിമാനമാണ്, അതൊരു അഭിമാനമായി തന്നെ കരുതുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്ന, ആവശ്യങ്ങൾ നിറവേറ്റി തന്ന പ്രിയപ്പെട്ട നേതാവിന് എന്നൊരു വരി ആ കുറിപ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ മുൻപിൽ കുറേ അധികം ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. സാലി, എന്താഗ്രഹങ്ങളാണ്, എന്താവശ്യങ്ങളാണ് VD സതീശൻ ഇയാൾക്ക് സാധിച്ചു കൊടുത്തത്, നിറവേറ്റി കൊടുത്തത്? വളരെ ഗൗരവതരമായ വിഷയങ്ങളിലേക്ക് ആ കുറിപ്പിൻ്റെ മാനങ്ങൾ എത്തി നിൽക്കുകയാണ്. സാലി, അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന ഈ മുഹമ്മദ് ഹുസൈനും മറ്റേ അബ്ദുൽ സലാമും ഒക്കെ ഉള്ളവരാണല്ലോ കഴിഞ്ഞ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ പലയിടങ്ങളിലും എറണാകുളം ജില്ലയിലൊക്കെ നയിച്ചത്. അപ്പോൾ ഈ ഗുണ്ടാ സംഘങ്ങളെ, ക്രിമിനൽ സംഘങ്ങളെയൊക്കെ ഉപയോഗിച്ചാണ് സർക്കാരിനെതിരെ പ്രതിഷേധത്തിന് അന്ന് പ്രതിപക്ഷ നേതാവ് ഇറങ്ങിയത് എന്നതും ഏറ്റവും ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ്. തീർച്ചയായും അത് മുൻപ് പല കുറി നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈ പോലീസിനെതിരെ അക്രമം നടത്തുക, നവകേരള ബസ്സിന് നേരെ അതിക്രമം നടത്തുക, വലിയ തോതിൽ സംഘർഷം സൃഷ്ടിക്കുക, അങ്ങനെ ചെയ്ത ആളുകളെല്ലാം പോലീസ് പിടികൂടി പരിശോധിക്കുമ്പോൾ അവരുടെ ഹിസ്റ്ററി നമ്മൾ അന്ന് തന്നെ വാർത്തകളിൽ പലതവണ ഈ ആളുകളെക്കുറിച്ചെല്ലാം പ്രതിപാദിച്ചു പോയതാണ്. ഇവരെല്ലാം ഒന്നിലധികം ക്രിമിനൽ കേസുകൾ പ്രതികളായവരും മറ്റ് പല രാഷ്ട്രീയ സ്വഭാവമില്ലാത്ത ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുള്ളവരും ക്രിമിനൽ പരിപാടികളിൽ, ക്രിമിനൽ ഒഫൻസുകളിൽ ഒക്കെ പങ്കെടുക്കുകയും കേസ് ആകുകയും ചെയ്ത ആളുകൾ തന്നെയായിരുന്നു പല സമരങ്ങളിലും പങ്കെടുത്തത്. കാക്കനാട് നമുക്കറിയാം, പോലീസ് ജീപ്പിൻ്റെ ചില്ലുകൾ തല്ലി തകർത്ത യൂത്ത് കോൺഗ്രസ് നേതാവ്, അയാളുടെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിച്ച് പോയപ്പോൾ അയാൾക്ക് കൊലപാതക ശ്രമമടക്കം 17 കേസുകളിലൊന്ന് പ്രതിയായിരുന്നു. നമ്മളന്ന് ബ്രേക്ക് ചെയ്യുകയും വാർത്തയാക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. അപ്പോൾ സമാന സ്വഭാവമുള്ള നിരവധി ആളുകളെ അന്നത്തെ സർക്കാരിനെതിരെ തെരുവിലിറക്കാനും സമരങ്ങളെ സംഘർഷാത്മകമാക്കാനും കലാപങ്ങളാക്കാനും അന്ന് ശ്രമിച്ച ഒരു വിഭാഗമുണ്ട്. അത് കോൺഗ്രസിലെ VD സതീശൻ വിഭാഗമാണ്. അത് ഏറ്റവും കൂടുതൽ കണ്ട ഒരു ജില്ല എറണാകുളമാണ്. എറണാകുളം VD സതീശൻ്റെയും ഷിയാസിൻ്റെയും കയ്യിലിരിക്കുന്ന, പോക്കറ്റിലിരിക്കുന്ന പാർട്ടിയും ഗ്രൂപ്പും കോൺഗ്രസുമാണ്. അപ്പോൾ അങ്ങനെ ഒരു സമരം എല്ലാ തരം സീമകളെയും ലംഘിച്ചുകൊണ്ട് ഒരു സമരത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് അക്രമാസക്തമായ, അക്രമോത്സുകമായ സമരങ്ങളാക്കി മാറ്റി നമ്മൾ കണ്ടാണ്. പോലീസിന് പലപ്പോഴും ബലം പ്രയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം സമരങ്ങളുടെ എല്ലാം പിന്നിൽ ഇത്തരം സംഘങ്ങളായിരുന്നു എന്ന വിവരം മുൻപ് പലതവണ പുറത്തു വന്നതാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കിപ്പോൾ ഈ ഹുസൈൻ്റെയും സലാമിൻ്റെയും കഥ പറയുമ്പോഴും അവരെല്ലാം ഈ സമരത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഈ ഹുസൈന് മർദ്ദനമേറ്റിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. കാരണം ഹുസൈൻ അന്ന് ഒറ്റയ്ക്ക് നിന്നാണ് നവകേരള ബസ്സിന് കരിങ്കൊടി കാണിക്കുന്നത്. അതിനുശേഷം പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നതും പോലീസ് വാഹനത്തിൽ ചിരിച്ചു കളിച്ച് മറ്റ് കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്നതും ഒക്കെ ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ തന്നെ പുറത്തു വിട്ടതാണ്. അപ്പോൾ ആ സംഭവത്തിൽ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോഴ്സ് പ്രയോഗമോ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടി വന്നിട്ടില്ല. പക്ഷേ ആ സമരകാലത്ത് എറണാകുളം ജില്ലയിൽ വ്യാപകമായി, പെരുമ്പാവൂരിലടക്കം പോലീസിന് ഫോഴ്സ് പ്രയോഗിക്കേണ്ടി വന്നത് ഈ അക്രമത്തിലേക്ക് അന്നത്തെ സമരം തിരിഞ്ഞതുകൊണ്ടാണ്. തിരിയാൻ കാരണം വെറും രാഷ്ട്രീയക്കാരോ പൊതുപ്രവർത്തകരോ ആയിരുന്നില്ല സമരത്തിൻ്റെ മുൻനിരയിൽ, ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അത്തരം ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളെ സംസ്ഥാനത്തെമ്പാടും, വിശേഷിച്ച് എറണാകുളം ജില്ലയിൽ സതീശൻ ഗ്രൂപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പും. അപ്പോൾ അത് എല്ലാം, ആ ബന്ധങ്ങളെല്ലാം കൂടി ഇപ്പോൾ ചുരുളഴിയുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. അതാണ് നമ്മൾ ഈ വാർത്തയുടെ തുടക്കത്തിൽ പറഞ്ഞ അസാധാരണ ബന്ധം ഇവർ തമ്മിലുണ്ട് എന്ന കാര്യം. അത് ഈ അയാളുടെ കുറിപ്പിൽ, ഹുസൈൻ മുസഫറിൻ്റെ കുറിപ്പിൽ ആഗ്രഹങ്ങൾ സാധിച്ചു തന്ന, ആവശ്യങ്ങൾ നിറവേറ്റി തന്ന പ്രിയ നേതാവ് പറവൂരിൻ്റെ മണ്ണിൽ 7ാം അംഗത്തിനിറങ്ങുകയാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന് 2 ദിവസം മുമ്പ്
ഇയാളിട്ട പോസ്റ്റാണിത്. അപ്പം ആഗ്രഹങ്ങൾ സാധിച്ചു തന്ന, ആവശ്യങ്ങൾ നിറവേറ്റി തന്ന അങ്ങനെ ഒരു നേതാവിനെ കുറിച്ച് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. നേതാവും അനുയായും തമ്മിലുള്ള, അല്ലെങ്കിൽ നേതാവും പ്രാദേശിക നേതാക്കളും തമ്മിലുള്ള ബന്ധം സംഘടനാപരമായ ബന്ധമാണ്, അത് ആദർശപരമായ ബന്ധമാണ്. ഈ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്ന ബന്ധം എന്ത് ബന്ധമാണ് എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയാത്തത്. ഏതായാലും ആ ആഗ്രഹങ്ങൾ എന്താണ് എന്നൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ അതിര് കടന്ന അസാധാരണമായ സൗഹൃദവും ബന്ധവുമാണ് തെക്കുള്ള പെരുമ്പാവൂരുള്ള ഹുസൈനെ വടക്ക് മലബാറിൽ ഇഫ്താർ സംഗമത്തിന് എത്തിച്ചത് എന്ന് മാത്രം പറയാം. അതും ഇനി MDMAയും ഈ ഹൈബ്രിഡ് കഞ്ചാവും ഒക്കെ ചേർത്ത് നമുക്ക് എന്നാണോ വായിക്കേണ്ടി വരിക, അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ പറയാനും കഴിയാതെ അന്വേഷണം നടക്കട്ടെ. ശരി, ഓക്കെ, താങ്ക് യു.